മുംബൈ ഇന്ത്യൻസിൻ്റെ കലികാലം അങ്ങനെ ഇങ്ങനെയൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. നീണ്ട 12 വർഷത്തെ റെക്കോർഡിനാണ് ഇപ്പോൾ KKR വിരാമം വിട്ടിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത KKRനെ 169 റൺസിന് ഓൾ ഔട്ട് ആക്കിയിട്ടും ആ മത്സരം 24 റൺസിന് മുംബൈ ഇന്ത്യൻസ് കൈവിടുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ തകർപ്പൻ ബോളിംഗ് പ്രകടനത്തിലാണ് മുംബൈ പിടിച്ചു കിട്ടിയത്. 57-ന് 5 എന്ന നിലയിലായിരുന്ന KKR ആണ് 169 എന്ന വിന്നിംഗ് ടോട്ടലിലേക്ക് എത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം IPL മത്സരം കളിച്ച മനീഷ് പാണ്ഡെ 42 റൺസ് നേടിയപ്പോൾ വെങ്കടേഷ് അയ്യർ 70 റൺസ് നേടി. മറ്റാർക്കും കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനുമായില്ല. മുംബൈ ബോളിംഗ് താരതമ്യേന ഭേദപ്പെട്ടതായിരുന്നു. നുവാൻ തുഷാര 4 ഓവറിൽ 42 റൺസ് വഴങ്ങി 3 വിക്കറ്റ് സ്വന്തമാക്കി. ബുംറ നേടി 3 വിക്കറ്റ്. ഹർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് നേടിയപ്പോൾ പീയൂഷ് ചാവ്ല 1 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിങ്ങിൽ ദുരന്തത്തോടുകൂടെയാണ് മുംബൈ ആരംഭിച്ചത്. ഇഷാൻ കിഷാനെയും രോഹിത് ശർമ്മയെയും നമൻദീറിനെയും തിലക് വർമ്മയെയും വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. 71-ന് 6 എന്ന നിലയിൽ നിന്നും 120 റൺസിലേക്ക് സൂര്യകുമാറിൻ്റെ ഒറ്റയാൾ പ്രകടനം എത്തിച്ചു. 35 പന്തിൽ 6 ഫോറും 2 സിക്സും അടക്കം 56 റൺസാണ് താരം നേടിയത്. 20 പന്തിൽ 24 റൺസ് നേടി ടിം ഡേവിഡും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എല്ലാത്തിനും വിപരീതമായി മുംബൈ ഗാലറി തിരിച്ചടിച്ചു. 14-ാം ഓവറിൽ വൈഭവ് അറോറയുടെ നേടിയത് 20 റൺസാണ്. ആ ഓവറിൽ വമ്പൻ പ്രതീക്ഷയാണ് വെച്ചത്. എന്നാൽ പിന്നീടുള്ള ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച മുംബൈ ഇന്ത്യൻസിനെ ശരിക്കും സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെ പറയാം. IPL 2024 ചാപ്റ്റർ മുംബൈ ഇന്ത്യൻസിനെ അവസാനിച്ചിരിക്കുകയാണ്. പ്ലേ ഓഫ് കാണാതെ പുറത്തായ മുംബൈ ഇന്ത്യൻസ് ശരിക്കും അഭിമാന പോരാട്ടം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെക്കേണ്ടി വരുന്നതും. ശരിക്കും മത്സരത്തിൽ അതിശക്തമായി തിരിച്ചു വരാമെന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ സ്വപ്നങ്ങളെല്ലാം പലതവണ KKR പൊലിക്കുകയുണ്ടായി. പോയിന്റ് പട്ടികയിൽ 10 മാളുകളിൽ നിന്നും 7 വിജയവുമായി 14 പോയിന്റുകളോടെ പ്ലേ ഓഫിൻ്റെ തൊട്ടരികെ KKR എത്തി. 11 മത്സരങ്ങളിൽ നിന്ന് 3 വിജയത്തോടുകൂടെ മുംബൈ ഇന്ത്യൻസ് 9-ാം സ്ഥാനത്തും.